ഹായ് ഓൾ, വെൽക്കം ടു എജോസ് അക്കാഡമി. നമ്മുടെ കഴിഞ്ഞ കേരള PSC DME സ്റ്റാഫ് നഴ്സ് എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിരുന്നു അല്ലേ? അപ്പം ഞാൻ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു അതിൽ കുറച്ച് അപാകതകളുണ്ട് അല്ലേ? അത് നമുക്ക് ഇനി PSC പ്രൊഫൈലിൽ കയറിയിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഇപ്പം ഓരോ സ്റ്റുഡൻസും ആൻസർ ചെയ്ത് പല ആൻസേഴ്സ് ആയിരിക്കും ചെയ്തേക്കുന്നത് അല്ലേ? അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള എവിഡൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, അതായത് തെറ്റിപ്പോയത് മീൻസ് ഈ പ്രൊഫഷണൽ ആൻസർ കീഴിൽ തെറ്റായിട്ട് വന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് ഈ രീതിയിൽ ചലഞ്ച് ചെയ്യാം കേട്ടോ. അതായത് PSC പ്രൊഫൈലിൽ കയറി ചലഞ്ച് ചെയ്യാം. അപ്പം ചെയ്യേണ്ടത് പക്ഷേ ഇന്നിപ്പം മൺഡേ ആയിട്ടുണ്ട്, ട്യൂസ്ഡേ വെനസ്ഡേക്ക് മുന്നേ ചെയ്യണം. കാരണം പ്രൊഫഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ആൻസേഴ്സ് ചലഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പൊ ഏകദേശം ഇന്ന് 3ാമത്തെ ദിവസമാണ്. സാറ്റർഡേ വന്നതാണ്. സാറ്റർഡേ, സൺഡേ, മൺഡേ ആയി, ട്യൂസ്ഡേ, വെനസ്ഡേ. അപ്പം എല്ലാവരും ഇന്ന് തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നാളെ കേട്ടോ. ലാസ്റ്റ് ദിവസത്തേക്ക് വെക്കണ്ട. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മളിതിൽ ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്, എങ്ങനെയാണ് PSC ആൻസർ കീ ചലഞ്ച് ചെയ്യുക. രണ്ടാമത് നമ്മൾ കുറച്ച് അപാകതകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻസിന്റെ ഓളം ഉണ്ട്. സോ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് PSC പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഇതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ കുഴപ്പമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സോ ദാറ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതിന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പൊ നമ്മൾ PSC നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക കേട്ടോ. അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. സോ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ റിക്വസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈ റിക്വസ്റ്റിനകത്ത് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. ദിസ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ടു ബ്രിങ് ഓൾ കമ്മ്യൂണിക്കേഷൻ ഫ്രം കാൻഡിഡേറ്റ് ടു PSC എൻറോൾമെന്റ് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാണ് നമ്മൾ നോക്കേണ്ടത്, റൈസ് എ ന്യൂ റിക്വസ്റ്റ് കേട്ടോ. റൈസ് എ ന്യൂ റിക്വസ്റ്റ്. ഇതിനകത്ത് ഈ സെലക്ട് ദ റിക്വസ്റ്റ് ടൈപ്പ് കേട്ടോ. സെലക്ട് ദ റിക്വസ്റ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്യുക. സോ അതിൽ ആൻസർ കീ കംപ്ലൈൻസ് OMR ഓൺലൈൻ. അപ്പം OMR നമ്മുടെ ആൻസർ കീ കംപ്ലൈൻസ് ആണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് കേട്ടോ. പ്രൊസീഡ് കൊടുക്കുക. നെക്സ്റ്റ് നോക്കിക്കേ, ഇതുപോലെ ആയിരിക്കും വരിക. ആൻസർ കീ കംപ്ലൈൻസ് OMR ബാർ ഓൺലൈൻ. ഇങ്ങനെ നമ്മുടെ മൊബൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വരിക. സോ ഇതില് ഞാൻ പറഞ്ഞല്ലോ 5 ദിവസത്തിനുള്ളിൽ, അതായത് പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത്, ഇത് സാറ്റർഡേ ഈവനിങ് ആണ് കേട്ടോ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം പബ്ലിഷ് ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ കംപ്ലൈൻസ് രജിസ്റ്റർ ചെയ്യാം. സോ ഇവിടെ നോക്കിക്കേ, ഫയൽ എ കംപ്ലൈന്റ്. സോ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതാ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരിക. ആഡ് കംപ്ലൈൻസ് റിഗാർഡിംഗ് പ്രൊവിഷണൽ ആൻസർ കീ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡേറ്റ് ഓഫ് എക്സാം, ഇതിൽ നിന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് എക്സാം സെലക്ട് ചെയ്ത് കൊടുക്കുക. അറിയാമല്ലോ എന്നായിരുന്നു എക്സാം എന്ന് അറിയാമല്ലോ അല്ലെ? 18ാം തീയതി ആയിരുന്നു നമ്മുടെ എക്സാം അല്ലെ? ജൂലൈ 18 ആയിരുന്നു നമ്മുടെ എക്സാം വരിക. സോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ OMR എക്സാം ടൈം ഉൾപ്പെടെ ആയിരിക്കും അതിൽ വരിക കേട്ടോ. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആഡ് കംപ്ലൈൻസ് റിഗാർഡിംഗ് പ്രൊവിഷണൽ ആൻസർ കീ, ഡേറ്റ് ഓഫ് എക്സാം, നെയിം ഓഫ് പോസ്റ്റ്, ക്വസ്റ്റ്യൻ മീഡിയം. സോ ഇതൊക്കെ ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് പോവാം കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് ഇതിൽ നമ്മുടെ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. സോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് എക്സാം, നെയിം ഓഫ് പോസ്റ്റ്, മീഡിയം, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ആസ് പെർ എ കോഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ എപ്പോഴും ഈ കംപ്ലൈൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ എ ആൽഫ കോഡ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ വെച്ചിട്ട്, സോ ആ സീക്വൻസിലായിരിക്കണം നമ്മൾ കംപ്ലൈൻസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് കേട്ടോ. അപ്പം ആസ് പെർ ക്വസ്റ്റ്യൻ ആൽഫ കോഡ് എ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ കൊടുക്കുക. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതും ആൽഫ കോഡ് എ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ ആയിരിക്കും കേട്ടോ. ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യന്റെ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാകും കേട്ടോ. ഓരോ ആൻസേഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ആൻസർ ഗിവൺ ഇൻ ദ പ്രൊവിഷണൽ കീ ഈസ് റോങ്, മോർ ദാൻ 1 റൈറ്റ് ആൻസർ ഇൻ ഓപ്ഷൻസ്, റൈറ്റ് ആൻസർ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ ഓപ്ഷൻസ്, ക്വസ്റ്റ്യൻ ഈസ് റോങ്. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് വെച്ചാൽ, ഈ നമ്മൾ ആദ്യം പറഞ്ഞ കംപ്ലൈന്റ് ടൈപ്പ്, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ കൊടുക്കുക. അതിനുശേഷം റൈറ്റ് ആൻസറിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുക. പിന്നെ അതിന്റെ റെഫറൻസ് നമ്മൾ കൊടുക്കുക. റെഫറൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബുക്കിന്റെ ടൈറ്റിൽ, അതായത് ബുക്കിന്റെ പേര് കൊടുക്കുക, ഓഥറിന്റെ പേര് കൊടുക്കുക, പബ്ലിഷർ, എഡിഷൻ, കൂടാതെ പേജ് നമ്പർ കേട്ടോ. പേജ് നമ്പർ. പിന്നെ അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഈ പേജിന്റെ ഇമേജ് കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. നോക്കിക്കേ, ഈ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബുക്ക് റെഫറൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മൾ പേജ് കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക.
പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, PSC പരിഗണിക്കുക, അതായത് ഈ ഒബ്ജെക്ഷൻസ് പരിഗണിക്കുക. ഓരോ ക്വസ്റ്റിനും മാക്സിമം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഒബ്ജെക്ഷൻ കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇൻ കേസ് അത് തെറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളിങ്ങനെ വിചാരിച്ചിരിക്കരുത് എനിക്ക് തെറ്റി, വേറെ ആർക്കെങ്കിലും തെറ്റിയിട്ടുണ്ടാവും അവരും കൊടുക്കും എന്ന് ഓർത്ത് വിചാരിച്ചിരിക്കരുത്. കാരണം മാക്സിമം കാൻഡിഡേറ്റ്സ് ഒബ്ജെക്ഷൻസ് റേസ് ചെയ്യുമ്പോഴാണ് അവരത് ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് എടുക്കുക കേട്ടോ. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. ഈ രീതിയിലാണ് നമ്മൾ ഒബ്ജെക്ഷൻസ് ഫയൽ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ലാസ്റ്റ് ഒബ്ജെക്ഷൻ ഒക്കെ ഫയൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നമ്മുടെ ഒരു ഡീറ്റെയിൽ കംപ്ലൈന്റ് റെഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് ലഭിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാവേ എങ്ങനെയാണ് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലൈന്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ആൽഫ കോഡ് A അനുസരിച്ചാണ് ഡിസ്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 30 കേട്ടോ. 30ാമത്തെ ക്വസ്റ്റ്യൻ നമ്പറിൽ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വാട്ട് ഫൈൻഡിങ് ഓൺ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് എ പേഷ്യന്റ് ഈസ് എ പോസിബിൾ ഇൻഡിക്കേറ്റർ ഓഫ് മാൽന്യൂട്രീഷൻ അല്ലെ. മാൽന്യൂട്രീഷന്റെ പോസിബിൾ ഇൻഡിക്കേറ്റർ എന്തായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രൊഫഷണൽ ആൻസർക്കിൽ ആൻസർ വന്നിരുന്നത് ഓപ്ഷൻ ഡി, അതായത് തിക്ക് ഡ്രൈ സ്കിൻ ആൻഡ് ഡ്രൈ ഹെയർ എന്നുള്ളതായിരുന്നു. നമ്മൾ ഇതിന്റെ ആൻസർ കീ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ. സാധാരണ സ്പൂൺ ഷേപ്ഡ് നെയിൽസ് ആണ് ഈ മാൽന്യൂട്രീഷന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരേണ്ടത് കേട്ടോ. അപ്പൊ അതിന്റെ സബ്സ്റ്റാൻഷിയേറ്റിംഗ് എവിഡൻസിനെ കുറിച്ചാണ് പറയുക. നോക്കിയേ, ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ടൈറ്റിൽ ഇതാണ്, ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്. പിന്നെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രാക്ടീസ്. എഡിഷൻ വരുന്നത് സെക്കൻഡ് എഡിഷൻ ആണ്. ഓതേഴ്സിന്റെ പേര് സ്യൂസി ഡിലോൺ, പിന്നെ പെട്രീഷ്യ കെ ലാറ്റ്നർ കേട്ടോ. അതിന്റെ പബ്ലിക്കേഷൻ വരുന്നത് ഡെൽമാർ തോംസൺ ലേണിംഗ് പബ്ലിക്കേഷൻ ആണ് വരിക കേട്ടോ. ഡെൽമാർ തോംസൺ ലേണിംഗ് പബ്ലിക്കേഷൻ ആണ് വരിക. ഇത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്നില്ല, പക്ഷേ ഈ ഒരു പേജ് ഇതിലാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. നോക്കിക്കുക, ചാപ്റ്റർ നമ്പർ 38, ചാപ്റ്ററിന്റെ പേര് ന്യൂട്രീഷൻ ആണ്. പേജ് നമ്പർ 1161 കേട്ടോ. 1161. നോക്കിയ ടേബിൾ 38.4 അഡൽട്ട് ഫിസിക്കൽ അസസ്മെന്റ് ഫൈൻഡിങ്സ്, അതിൽ ന്യൂട്രീഷണൽ ഇംബാലൻസ് എന്നാണ് ടേബിളിന്റെ പേര് വരിക. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൊയിലോനുക്കിയ അല്ലെങ്കിൽ സ്പൂൺ ഷേപ്ഡ് നെയിൽസ് എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ ഒരു സിംറ്റം ആണ് എന്ന് പറയുന്നുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 31st ക്വസ്റ്റ്യൻ ആണ്. ദ റെക്കമെൻഡഡ് കാലോറി റിക്വയർമെന്റ് ഓഫ് 2-year-old child is, അതായത് 2 വയസ്സുള്ള കുട്ടിയുടെ റെക്കമെൻഡഡ് കാലോറി റിക്വയർമെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീഴിൽ വന്നിരിക്കുന്ന ആൻസർ ബി, 1100 കിലോ കാലറി പെർ ഡേ എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആൻസർ 1000 കിലോ കാലറി പെർ ഡേ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പൊ ഇത് തെറ്റിയവർക്ക് ഇത് ചലഞ്ച് ചെയ്യാം. അതിന്റെ റെഫറൻസ് ബുക്ക് വരുന്നത് കെ പാർക്സ്, ടെക്സ്റ്റ് ബുക്ക് ഓഫ് പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ. ഇതാണ് ബുക്കിന്റെ പേര് വരിക. ഓഥറിന്റെ പേര് കെ പാർക്ക് ആണ്. എഡിഷൻ 28th എഡിഷൻ ആണ്. പബ്ലിഷർ ബാനോട്ട്, BHANOT കേട്ടോ. ബാനോട്ട് പബ്ലിഷർ ആണ് ഇതിന്റെ പബ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിനെ നോക്കിയേ, ചാപ്റ്ററിന്റെ പേര് വരുന്നത് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് കേട്ടോ. ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് വരിക. പേജ് നമ്പർ 762 കേട്ടോ. 762ാമത്തെ പേജ് നമ്പറിൽ പറയുന്നുണ്ട് ഇത് എനർജി റിക്വയർമെന്റ് കേട്ടോ. എനർജി റിക്വയർമെന്റ് ആസ് പ്രപ്പോസ്ഡ് ബൈ ICMR-ന്റെ എനർജി റിക്വയർമെന്റ് ഗൈഡ് ലൈൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചേഞ്ച് ഉണ്ട് കേട്ടോ. ICMR 2010 റെക്കമെൻഡേഷൻ അനുസരിച്ച് 1 to 3 ഇയേഴ്സിന് 1060 ആയിരുന്നു നേരത്തെ കാലോറി റിക്വയർമെന്റ് വരുന്നത്. 1060. അപ്പം അത് ആയിരുന്നുവെങ്കിൽ ഈ 1100 കറക്റ്റ് ആയിരുന്നു. പക്ഷെ പുതിയ റെക്കമെൻഡേഷൻ അനുസരിച്ച്, അതായത് 2020 റെക്കമെൻഡേഷൻ അനുസരിച്ച് നോക്കി 1010 കേട്ടോ. 1010 ആണ് പുതിയ റെക്കമെൻഡേഷൻ വരുന്നത്. അപ്പൊ ഇതാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരിക കേട്ടോ. 1110 വരിക. അപ്പൊ നമ്മുടെ ആൻസർ കീയിൽ ഇതുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 1000 അല്ലെ. ഓപ്ഷൻ എ ഓപ്ഷൻ എ ആൻസർ ചെയ്തവർക്ക് ആ രീതിയിൽ ചലഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 60. നമ്മുടെ സൈക്കാട്രിയിൽ നിന്നുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രൊഫഷണൽ ആൻസർക്കിൽ മിസ്റ്റേക്ക് ആയിട്ടാണ് ആൻസർ വന്നേക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് പോസിറ്റീവ് സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ അല്ലെ. പോസിറ്റീവ് സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയെ കുറിച്ച് ഇതിൽ പറയുന്നത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യത്തെ 3 എണ്ണവും പോസിറ്റീവ് സിംറ്റംസ് ആണ് അല്ലെ. ഡെലൂഷൻ, ഹലൂസിനേഷൻ, പിന്നെ ഡിസോർഗനൈസ് സ്പീച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ 4 അല്ലെ, അനഡോണിയ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സിംറ്റം ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീഴിൽ ഇത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്. ഓപ്ഷൻ 1, 2, 3 അതായത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെ, ശ്രീവാണി കേട്ടോ. ശ്രീവാണിന്റെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതിന്റെ റെഫറൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ഗൈഡ് ടു മെന്റൽ ഹെൽത്ത് ആൻഡ് സൈക്കാട്രിക് നഴ്സിംഗ്, എഡിഷൻ 2nd എഡിഷൻ ആണ്. ഓതർ ആർ ശ്രീവാണി കേട്ടോ. ആർ ശ്രീവാണിയാണ് ഓതർ. പബ്ലിഷർ JP കേട്ടോ. JP പബ്ലിഷർ ആണ്. നമുക്ക് അതിന്റെ ചാപ്റ്റർ ഡീറ്റെയിൽസ് നോക്കാവേ. നോക്കിക്കേ, ചാപ്റ്റർ 7 ചാപ്റ്ററിന്റെ പേര് വരുന്നത് ദ ഇൻഡിവിജ്വൽ വിത്ത് ഫങ്ഷണൽ സൈക്കാട്രിക് ഡിസോർഡർ കേട്ടോ. ഇൻഡിവിജ്വൽ വിത്ത്
ഫങ്ഷണൽ സൈക്യാട്രിക് ഡിസോർഡർ എന്നാണ് ചാപ്റ്ററിന്റെ പേര് വരിക. അതിന്റെ പേജ് നമ്പർ വരിക 79 കേട്ടോ. 79 ആണ് പേജ് നമ്പർ വരിക. അതിനകത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അനഡോണിയ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സിംറ്റം കേട്ടോ. അനഡോണിയ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സിംറ്റം എന്ന് പറയുന്നുണ്ട്. സോ ഇത് നമുക്ക് ചലഞ്ച് ചെയ്യാം. ഇതിന്റെ എല്ലാ ഇവർ ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് കറക്റ്റ് പ്രൊവിഷണൽ ആൻസർ കീയിലെ ആൻസർ മിസ്റ്റേക്ക് ആണ് എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ ഓപ്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് ആൻസർ ഇസ് നോട്ട് ഗിവൺ ഇൻ ദ പ്രൊവിഷണൽ ആൻസർ കീ, അതാണ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത് എല്ലാത്തിനും കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ 77, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 77 ആണ്. ദ പോസിറ്റീവ് എവിഡൻസ് ഓഫ് പ്രഗ്നൻസി ആൻഡ് ലിവിംഗ് ഫീറ്റസ് ഇൻക്ലൂഡ്. നമുക്ക് എല്ലാം അറിയാം അല്ലെ, പോസിറ്റീവ് സൈൻ അല്ലെങ്കിൽ പോസിറ്റീവ് എവിഡൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ആണ് കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഓപ്ഷൻ സി ആക്റ്റീവ് ഫീറ്റൽ മൂവ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തേക്കുന്നത്. തെറ്റാണ്. ഓപ്ഷൻ ഡി കേട്ടോ, ഫീറ്റൽ ഹാർട്ട് സൗണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരിക. അപ്പൊ ആ ആൻസേഴ്സ് എഴുതിയവർക്ക് ഇത് ഉറപ്പായിട്ട് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാം. ആ ടെക്സ്റ്റ് ബുക്കിന്റെ റെഫറൻസ് വരുന്നത് DC ദത്താസ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഒബ്സ്റ്റട്രിക്സ്. ഓഥറിന്റെ പേര് ഹിലാലാൽ കൊണാർ. എഡിഷൻ 8th എഡിഷൻ കേട്ടോ, 8th എഡിഷൻ ആണ് വരിക. പബ്ലിഷർ വരുന്ന JP പബ്ലിഷർ ആണ് വരുന്നത്. അപ്പൊ ഇതിനെ നോക്കിയേ, ചാപ്റ്റർ 7, അതായത് ചാപ്റ്ററിന്റെ പേര് വരുന്നത് ഡയഗ്നോസിസ് ഓഫ് പ്രഗ്നൻസി കേട്ടോ. ഡയഗ്നോസിസ് ഓഫ് പ്രഗ്നൻസിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നോക്കിയേ, പോസിറ്റീവ് ഓർ അബ്സല്യൂട്ട് സയൻസിൽ പറയുന്നുണ്ട് ഓസ്കൾട്ടേഷൻ ഓഫ് ഫീറ്റൽ ഹാർട്ട് സൗണ്ട് കേട്ടോ. പോസിറ്റീവ് സയൻസിൽ പോയിന്റ് നമ്പർ 2 ആയിട്ട് പറയുന്നുണ്ട് ഓസ്കൾട്ടേഷൻ ഓഫ് ഫീറ്റൽ ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത് എന്താ, ഒരു പോസിറ്റീവ് സൈൻ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പൊ ഇതിന്റെ എല്ലാ റീസണും പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ആൻസർ ഇസ് നോട്ട് ഗിവൺ, അല്ലെങ്കിൽ എന്താ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ആൻസർ തെറ്റാണ് എന്നാണ് നമുക്ക് ഇതിന്റെ എല്ലാം റീസൺ കൊടുക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 97 അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ദ സ്റ്റൈൽ ഇൻ വിച്ച് മാനേജ്മെന്റ് ഡസ് നോട്ട് അലൗ സബോർഡിനേറ്റ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഡ്യൂ ടു ലോ കോൺഫിഡൻസ് ഇൻ ദം. അതിൽ ആൻസർ കീയിൽ വന്നേക്കുന്നത് എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്. കറക്റ്റ് ആൻസർ നമുക്ക് ഓപ്ഷൻ ബി അതോറിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഒബ്ജക്ഷൻ റൈസ് ചെയ്യാം. അതിന്റെ എവിഡൻസ് ആയിട്ട് വരുന്ന ബുക്കാണ് എസെൻഷ്യൽസ് ഓഫ് നഴ്സിംഗ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. എഡിഷൻ വരുന്നത് 5th എഡിഷൻ ആണ് കേട്ടോ. 5th എഡിഷൻ ആണ്. ഓഥറിന്റെ പേര് വരുന്ന ഡയാൻ കെ വൈറ്റ് ഹെഡ് എന്നാണ് ഓഥറിന്റെ പേര് വരിക. എഡിഷൻ ഞാൻ പറഞ്ഞല്ലോ 5th എഡിഷൻ ആണ് വരിക. പബ്ലിഷർ ഡേവിസ് കേട്ടോ. ഡേവിസ് ആണ് ഇതിന്റെ പബ്ലിഷർ ആയിട്ട് വരുന്നത്. സോ ഇതിന്റെ ചാപ്റ്റർ 1 ലീഡർഷിപ്പ് ആൻഡ് ഫോളോവർഷിപ്പ് എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 6 പറയുന്നുണ്ട് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൽ എന്താ സംഭവിക്കുക, ഗീവ് ഓർഡേഴ്സ് ആൻഡ് മേക്ക് ഡിസിഷൻ ഫോർ ദ ഗ്രൂപ്പ്. അവിടെ പ്രത്യേകിച്ച് നമ്മുടെ സബോർഡിനേറ്റ്സിന്റെ താല്പര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയുടെ ഒബ്ജക്ഷൻസ് റേസ് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പം ഞാൻ ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടു പോയിട്ടുണ്ട്, അതിൽ കറക്ഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടി കേട്ടോ, ഇതിന്റെ എവിഡൻസോട് കൂടി നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തേക്കാം. നിങ്ങൾക്ക് അത് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യാം കേട്ടോ. ഇൻ കേസ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ട് എങ്കിൽ കമന്റ് ചെയ്യാൻ. അപ്പൊ മാക്സിമം സ്റ്റുഡൻസ് കമന്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ബുധനാഴ്ചയ്ക്ക് മുന്നേ നിങ്ങൾ ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യുക കേട്ടോ. അപ്പം ഈ രീതിയിൽ ആണ് നമുക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരിക. എല്ലാവരും മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളവർക്ക്, അതായത് പ്രൊഫഷണൽ ആൻസർക്ക് വന്നപ്പോൾ അതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ബോധ്യം ഉള്ളവർക്ക് ഉറപ്പായിട്ട് ഇത് ഫയൽ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരുടെയും പഠനം കണ്ടിന്യൂ ചെയ്യട്ടെ കേട്ടോ. പഠനമൊക്കെ കണ്ടിന്യൂ ചെയ്യട്ടെ. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കാനുള്ള എല്ലാ ഭാഗ്യവും സർവേശ്വരൻ നൽകട്ടെ കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.